ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നിങ്ങളെല്ലാവരും കാണുന്ന പോലെ ഫിഷ് ബിരിയാണിയാണ്. തലശ്ശേരി സ്റ്റൈൽ സൂപ്പർ ടേസ്റ്റി ഫിഷ് ബിരിയാണിയാണ്. അപ്പം ഒന്നും മിസ്സാവാണ്ട് നിൽക്കാനും കറക്റ്റ് സ്റ്റെപ്സൊക്കെ മനസ്സിലാവാനും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ടു നോക്കണം. പിന്നെ ഞാൻ ഇതിലത്തേക്ക് കുറച്ച് ടിപ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കണം. പിന്നെ ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഉണ്ടാക്കിയത്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലെ ടേസ്റ്റും സെയിം ലുക്കുമാണ് ഇതിന്. അപ്പം ഫിഷ് ഇഷ്ടമുള്ളവർ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ കറക്റ്റായിട്ട് സ്റ്റെപ്സ് പറയുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഫിഷ് ഫ്രൈ ചെയ്യാൻ ഒരു മസാലയാക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളെടുത്ത് അതിലത്തേക്ക് 4 ടീസ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്യാം. പിന്നെ ഇതുപോലെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ പെപ്പർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇതുപോലെ കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യണം. ഇത് ഒഴിക്കുമ്പം ഫിഷിന് പ്രത്യേകം ടേസ്റ്റ് കിട്ടും, നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പം ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ കുറച്ച് തിക്കാക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനൊരു ലെമൺ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ചാണ് എടുക്കുന്നെങ്കിൽ ഹാഫ് എടുത്താൽ മതി. പിന്നെ ഇതുപോലെ ഫിഷ് എടുത്തിട്ട് നമ്മളാക്കി വെച്ച മസാല തേച്ച് കൊടുക്കണം. എല്ലാവരുടെയും തേച്ച് പിടിപ്പിച്ചെടുക്കണം. ഇതിൽ നിന്ന് തലയും വാലെല്ലാം വേണമെങ്കിൽ എടുത്ത് മാറ്റാം. അത് ഞാനിപ്പം എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതിലത്തേക്ക് 5 മീഡിയം സൈസ് സവാള, 3 വലിയ ടൊമാറ്റോ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഫിഷിൽ കുറച്ച് കറിവേപ്പിലയും പിന്നെ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റും കൂടി ആഡ് ചെയ്യണം. അതൊരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യണം. ഇനി ഒരു ഫ്രൈങ് പാൻ എടുത്ത് അതിലത്തേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു സവാള ഇട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ബ്രൗൺ കളറാകുമ്പം വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിലാട്ടം എടുത്ത് മാറ്റിയാൽ മതി. അത് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടണം. പിന്നെ ഇതുപോലെ കുറച്ച് കാഷ്നട്ട്സും കൂടി ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് മുന്തിരിയും കൂടി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാനെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി സെയിം ഓയിലിൽ തന്നെ ഇതുപോലെ ഫിഷ് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് കുക്കായാൽ തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ എല്ലാ സൈഡും കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യുമ്പം പൊട്ടിപ്പോവാതെ നോക്കണം. ഇത് ഫ്രൈ ആയാൽ നെക്സ്റ്റ് ബാച്ചും ഇതുപോലെ ഇട്ട് കൊടുത്ത് അതും കൂടി ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഓയിൽ കുറവുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കണം. നമ്മൾ സെയിം എണ്ണയിൽ തന്നെയാണ് മസാലയും റെഡിയാക്കുന്നത്. അപ്പം എനിക്ക് കുറച്ച് ഓയിൽ മാത്രമേ ബാക്കി കിട്ടി. അപ്പം ഞാൻ അതിലത്തേക്ക് വീണ്ടും കുറച്ചും കൂടി ഓയിൽ ആഡ് ചെയ്ത് അതിലത്തേക്ക് കട്ട് ചെയ്ത് വെച്ച 4 സവാള ഇട്ട് കൊടുക്കണം. അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഇതുപോലെ ഈ ഒരു ടൈമിൽ തന്നെ ഫിഷിൻ്റെ ബാക്കി പീസസ് ഇട്ട് കൊടുക്കണം. നല്ല പീസസൊക്കെ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ട് ഇതുപോലത്തെ പീസ് മസാലയിൽ ഇട്ട് കൊടുക്കാം. ഫിഷിൻ്റെ ഫ്ലേവർ കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇത് നന്നായിട്ട് മൂടി വെച്ച് വേവിപ്പിച്ച് എടുക്കണം. ഇനി ഇതിലത്തേക്ക് ഇതുപോലെ 1.5 ടേബിൾ സ്പൂൺ അങ്ങനെ ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം. അതൊന്ന് നന്നായിട്ട് കുക്കാവുന്ന ടൈമിൽ നമുക്ക് റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സസ്പാൻ വെച്ച് അതിലത്തേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ ഗീയുമാണ് ഞാനിട്ടത്. പിന്നെ ഇതുപോലെ കുറച്ച് സ്പൈസസും 1/2 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു ഹാഫ് സവാള ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ക്യാരറ്റും ഇട്ട് കൊടുത്ത് അതൊന്ന് ജസ്റ്റ് സോട്ടായി കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഇതുപോലെ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ്. ഇനി ഇതുപോലെ വെള്ളം ബോയിലാവുമ്പോൾ ഇതുപോലെ ജീരകശാല റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്ത് എടുക്കണം.
അപ്പോഴേക്കും മസാല സോട്ടായിട്ടുണ്ടാവും. അപ്പം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും ഇതുപോലെ അരിഞ്ഞ് വെച്ച തക്കാളിയും ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരണം. ഈ ഒരു ടൈമിൽ തന്നെ 1 ടേബിൾ സ്പൂൺ അങ്ങനെ തൈര് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിനകത്തേക്ക് വേണ്ട മസാല പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് മല്ലി ഇലയും പുതിന ഇലയും കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച സവാളയും ഇതുപോലെ ലെമൺ ജ്യൂസും ആഡ് ചെയ്യാം. പിന്നെ ഇത് ദമ്മിടാൻ വേണ്ടി ഇതുപോലെ ഫിഷ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില പുതിന ഇല. ഇനി ഇതിൻ്റെ മേലെ റൈസ് ആഡ് ചെയ്യാം. സോസ് പാൻ്റെ പകുതി വരെ ആഡ് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ലെമൺ ജ്യൂസും ഇട്ട് കുറച്ച് മഞ്ഞൾ വെള്ളം ആക്കിയിട്ടുണ്ട്. അതും കൂടി ഒരു കളറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതുപോലെ 1 ടീസ്പൂൺ ഗീ ആഡ് ചെയ്യാം. പിന്നെ ഇതുപോലെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും ഒരു 1/4 ടീസ്പൂൺ അങ്ങനെ ഗരം മസാലയും മല്ലിയിലയും പുതിനയിലും ആഡ് ചെയ്ത് അതിൻ്റെ മേലെ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ സെയിം പ്രോസസ്സ് പിന്നെയും റിപ്പീറ്റ് ചെയ്യുക. ഇതുപോലെ സവാളയും ഗീയും എല്ലാം ഇട്ട് കൊടുക്കണം. കാഷ്നട്ട്സൊക്കെ ആദ്യം ഇട്ട് കൊടുക്കണം. കാഷ്നട്ട്സും സവാളയൊക്കെ മിക്സാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതുപോലെ ഫിഷ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് അങ്ങനെ ദം ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നല്ല സ്മെല്ല് വരും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഫിഷ് ഇഷ്ടമുള്ളവർക്ക് ഈ ബിരിയാണി നല്ല പോലെ ഇഷ്ടപ്പെടും. ഇനി ഇതെങ്ങനെയാണ് സെർവ് ചെയ്യാമെന്നും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ മേലേന്ന് റൈസ് എടുത്തിട്ട് വേറൊരു സോസ് പാനിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പം അടിയിൽ നിങ്ങൾക്ക് യെല്ലോ കളറിൽ റൈസ് കാണാൻ പറ്റും. അത് മസാലയിൽ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നതിന് മുമ്പ് മീൻ കഷ്ണങ്ങളൊക്കെ എടുത്ത് മാറ്റണം. എന്നിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ മസാല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഫ്രൈ ചെയ്ത ഫിഷും കൂടി അവിടെ വെച്ചിട്ടുണ്ട്. ഫുള്ള് ഞാൻ മസാലയിൽ ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് വേണേൽ ഇടാം. പിന്നെ ഇതുപോലെ സെർവ് ചെയ്യാം. ആദ്യം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലെ ഇതുപോലെ റൈസ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലെ ഫിഷ് ഫ്രൈയും കൂടി വെച്ച് കൊടുക്കാം. ഇതാണ് ഇത് സെർവ് ചെയ്യുന്ന മെത്തേഡ്. അപ്പം നിങ്ങൾക്കിത് കാണുമ്പം തന്നെ മനസ്സിലാവും, ഇത് നല്ല ടേസ്റ്റി ബിരിയാണിയാണ്. സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഫിഷ് ബിരിയാണി ഇതുപോലെ ഉണ്ടാക്കി നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട്, അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ ഫിഷ് മസാല കുറച്ച് തിക്കാക്കിയിട്ട് എടുക്കണം. പിന്നെ മസാലയിൽ അധികം പൗഡേഴ്സ് ഒന്നും ചേർക്കാൻ പാടില്ല. കുറേ പൗഡേഴ്സ് ചേർത്താൽ മസാല ടേസ്റ്റ് കുറയും. ഇതൊക്കെയാണ് ഫിഷ് ബിരിയാണീൻ്റെ ടിപ്സ്. ഇതുപോലെ തലശ്ശേരി സ്റ്റൈൽ ഫിഷ് ബിരിയാണി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.